ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറയാം. December 24 നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു സെമിനാർ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. അതിൻ്റെ മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. ഫസ്റ്റ് റൂട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, ആദിത്യയും കൂടെയാണ് പോയത്. ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായതുകൊണ്ട് ഞാൻ ഒരു കോഫി പറഞ്ഞു. അവളൊരു ഗീ റോസ്റ്റും കോഫിയും പറഞ്ഞു. പ്രോഗ്രാം വന്നിട്ട് 10 മണി മുതലാണ്. പക്ഷെ ഞങ്ങൾ 9 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കോഴിക്കോട്, അവളാണെങ്കിൽ പാലക്കാടും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, അതായത് ബ്ലോക്കോ കാര്യങ്ങളോ കൊണ്ട് ഞങ്ങൾ ലേറ്റായി പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒരു ടൈം കിട്ടി. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തു. എന്തായാലും നേരത്തെ എത്തിയതല്ലേ, അപ്പോൾ ആ ഒരു സറൗണ്ടിങ്സ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക, അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു. അവിടെ ഒരു ഫാമിലി കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മഞ്ചേരിയാണ് ഈ ഫാമിലി കോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ബട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫാമിലി കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. ഞങ്ങൾക്കൊരു നോട്ട് പാഡും പെന്നൊക്കെ തന്നു, ജസ്റ്റ് നോട്ട് ചെയ്യാനൊക്കെ. ക്ലാസ്സൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ വന്നിട്ടായിരുന്നു കേട്ടോ സ്പീച്ചും കാര്യങ്ങളൊക്കെ. അതിരാവിലെ തുടങ്ങി രാത്രി വൈകി നടക്കുന്ന സംവിധാനം വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കമ്മീഷനിലേക്ക് കൂടുതൽ പരാതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും നീണ്ടു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നടക്കാൻ പറ്റാത്ത പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെയാണ് നാട്ടിൻ പ്രദേശങ്ങളിലെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളും സൊസൈറ്റികളും സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. ന്യായമായ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കക്ഷികളെ വിളിച്ച് വരപ്പുറങ്ങൾ ബോധ്യപ്പെടുത്താം. ഒരൊറ്റ വാക്ക് മതിയാവും, അത് പറ്റിപ്പോയതാണ്, സാരല്ല എന്ന് പറഞ്ഞൊരു സാധനം മാറ്റി കൊടുത്താൽ ആ പരാതി അവിടെ അവസാനിക്കും. അതാണ് നമ്മുടെ അനുഭവം. പറ്റിപ്പോയതാണ്, അത് മാറ്റി വയ്ക്കും. ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, അയാൾ തൃപ്തനാണ്. ആ ഒരു പരാതി പറയാൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് ഒരു കമ്മീഷൻ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് ഒരു നോട്ടീസ് പോയി അവിടെ വന്ന് അടുത്തവൾ വന്നോ എന്നൊക്കെ ചോദിച്ച് അതിനുള്ള അവസരം വേണ്ട. നാട്ടുപ്രദേശങ്ങളിലുള്ള സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെടാൻ നമുക്ക് സാധിക്കും. മാത്രം നമ്മൾ കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അത് മാത്രമേ ഉത്തരവാദിത്തത്തിലുള്ളൂ. എന്തായാലും 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നതിന് ശേഷം കൺസ്യൂമർ ഒരു കിങ്ങിനെ പോലെ തന്നെയാണ്. ഏത് കടയിൽ ചെന്നാലും എഴുതി വെച്ചിട്ടുണ്ട് കൺസ്യൂമർ ഈസ് ദ കിങ്. പക്ഷെ ബാക്കി അകത്തോട്ട് ചെല്ലുമ്പോൾ രാജാവിന്റെ സ്ഥിതി ഇത്ര മോശമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഒരു സാധനം വാങ്ങിയിട്ട് മാറ്റിയെടുക്കാൻ ചെല്ലുമ്പോൾ അല്ലേ, ഒരു ചെറിയ ഒരു 100 രൂപയുടെ ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അത് മാറ്റിയെടുക്കാൻ ചെല്ലുമ്പോൾ കടക്കാരുടെ സ്വഭാവം കാണുമ്പോൾ ഇതാണോ രാജാവിന്റെ പഴയ സ്ഥിതി, നമ്മൾ രാജാവാണെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ കൺസ്യൂമർ, ഞാൻ അടങ്ങുന്ന ആളുകളെല്ലാം കൺസ്യൂമേഴ്സ് രാജാവാണ്. രാജാവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇത്തരം ഒരു നിയമം ഇവിടെ ഉണ്ട്. അത് വേണ്ട തീർപ്പ് കൽപ്പിക്കാൻ സമയം ഒരുപാട് വരുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളോട് വന്ന് അത് ക്ലാരിഫൈ ആയിട്ട് മറ്റു സാർ അവിടെ പറഞ്ഞെങ്കിലും കൃത്യമായി ക്ലാരിഫൈ അവിടെ ലഭിച്ചിട്ടില്ല. സംശയങ്ങളാണ് ഈ കാലാവധി, കാലതാമസം ഒരു കേസിൽ അപ്പീലോ അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിൽ അത് മുന്നോട്ട് പോകും. CDRC പ്രസിഡന്റ് മോഹൻദാസ് സാർ, അതുപോലെ തന്നെ മെമ്പർമാരായ പ്രീതി മാഡം, ഇസ്മായിൽ സാർ, അതുപോലെ വേദിയിലും സദസ്സിലും എത്തുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ കർത്തവ്യം ഇവിടെയുള്ളവർക്ക് എത്തിയവർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കൺസ്യൂമറുടെ ഇവിടെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിപാടി ഏകദേശം ഒരു 12:45 ആകുമ്പോഴത്തേക്കാണ് കഴിഞ്ഞത്. അവരെ വക തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. കൺസ്യൂമർ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.